നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം എൻ്റെ സ്കൂളിൽ 1985 SSLC ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഞാനും പോയിരുന്നു. അവരെ പഠിപ്പിച്ച കുറേ അധ്യാപകർ അവിടെ എത്തിയിരുന്നു. മീറ്റിംഗ് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് ഞങ്ങൾ റൂമിൽ പോയിരുന്നു. കുറേ കുട്ടികൾ ഞങ്ങളെ കാണാനായിട്ട് അവിടേക്ക് എത്തി, ഓർമ്മ പങ്കുവെച്ചു. ടീച്ചർ വരില്ലേ മാഷ? എന്താ മണിക്കിപ്പോ എത്ര വയസ്സായി? 50, 53, 53അല്ല. കഴിഞ്ഞ ഒരാഴ്ചയിലേ മാഷ് മറ്റേ മരുമോളെ കൊണ്ട് വരുന്ന മാതിരി മാഷ് തെറ്റെന്ന് പറഞ്ഞിട്ട അല്ല അവര് കൂടെ സഹായത്തിനുണ്ടാവും. ഇപ്പോഴേ മാഷ് സജുവിന്റെ ഭാര്യ സത്യമാഷ് നല്ല ട്രഷറിലെ സത്യമാഷ്. ഞാൻ ഷീബോട് ചോദിച്ചായിരുന്നു ആരൊക്കെ വരിക. അപ്പൊ പറഞ്ഞു കുറേ ആൾക്കാരെ പേര് പറയല്ലേ. ബീനയുടെ പേരുണ്ടായിരുന്നു. ടീച്ചറാണ്. എവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം? മലപ്പുറത്ത്. ദിനേശിന്റെ അനിയത്തിയല്ലേ? അതേന്ന് പറഞ്ഞു. കുറഞ്ഞു അല്ലേ? പ്രായമായില്ലേ? ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് അവരെ ഏൽപ്പിക്കുകയാണ്. ആൾക്കാരല്ലേ? എല്ലാവരും തിരക്കിലാണോ? പഴയ കുട്ടികളെ കണ്ടതിന്റെ തിരക്കിലോ? എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്ക് തുടങ്ങാം. എല്ലാവരും സന്തോഷം? എല്ലാവർക്കും ഹാപ്പി അല്ലേ? അതെല്ലാവരുടെയും മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. എല്ലാവരും മുഖം ഭയങ്കര പഴുപ്പ് ചോദിക്കണം. എല്ലാവരും തുടങ്ങല്ലേ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം. സാന്നിധ്യം കൊണ്ട് ഈ വേദി സമ്പന്നമാക്കിയവർക്ക് ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. എനിക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് പേരുടെ മുഖത്ത് പുഞ്ചിരി തൂക്കിയ മുഖങ്ങൾ കാണാൻ സാധിക്കും. സന്തോഷം നിറഞ്ഞ കണ്ണുകൾ കാണാൻ സാധിക്കും. എല്ലാവരും ഭയങ്കര ആകാംക്ഷഭരിതരായി ഈ ഓഡിറ്റോറിയത്തിന് ചുറ്റും കൂടിയിരിക്കുകയാണ് അല്ലേ? ഞങ്ങളെ കുറെ പേർക്ക് ഞങ്ങൾ 85 ബാച്ചിലെ ജോയിച്ച് കൊച്ചുത്രേസ്യ ദമ്പതികളുടെ മക്കളാണ്. ഞങ്ങൾ ഇരട്ടകളാണ്. എന്റെ പേര് ആൻമരിയ ജോയ്സ്. ഞാൻ ആൻമരിയ ജോയ്സ്. അപ്പൊ ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ വിളിച്ചതിൽ, ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ വേണ്ടി ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒത്തിരിയേറെ നന്ദിയുണ്ട്. ആ ഒരു നന്ദിയോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അമ്മയുടെ അപ്പച്ചൻ്റെയും കൂടെ പഠിച്ച സുഹൃത്തുക്കളുടെ കൂടെ, അവരെ പഠിച്ച അധ്യാപകരുടെ കൂടെ ഈ ഒരു വേദി പങ്കിടാൻ സാധിക്കുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓർമ്മകൾക്ക് എന്നും ഒരു വസന്തമാണ് അല്ലേ? ആ വസന്തത്തിലേക്ക് എല്ലാവരും എത്തിക്കൂടിയ ഒരു കൂട്ടം ആളുകൾ ആ വസന്തകാലം, ആ പൂന്തോട്ടത്തിലേക്ക് എല്ലാവരും കൂടെ. അപ്പോൾ ആദ്യ ഇനമായ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നത് രാജേഷ്. വിദ്യയേകണേ വിജയമേകണേ വിശ്വദർശനമേകണേ വിനയമേകണേ സഹനമേകണേ വിശ്വദാസനായി തീർക്കണേ. എൻ്റെ കുട്ടിയാണ്. അനുയോജ്യമായ സ്വാഗത പ്രസംഗം ഏതൊരു പരിപാടിയുടെയും മുഖ്യ ഘടകമാണ്. എല്ലാവർക്കും ഒരു കയ്യൊക്കെ കേട്ടോ.
നമ്മുടെ ഓപ്പച്ചപ്പ് എന്ന പരിപാടി 2017 നമ്മൾ തുടങ്ങി വെച്ചതാണ്. PS എന്ന കൊച്ചച്ഛനെ നമ്മുടെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അജിത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അജിത്തിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജോസ് മാഷാണ് അടുത്ത് നമുക്ക് സ്വാഗതം ചെയ്തത്. ജോസ് മാഷ് സൗമ്യ മുഖത്തോടെയുള്ള ജോസ് മാഷ്, എളിയ രീതിയിൽ സംസാരിക്കുന്ന, എളിമയോടുകൂടി സംസാരിക്കുന്ന ജോസ് മാഷ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസ് മാഷ് സഹധർമ്മി ലിലി ടീച്ചർ നമുക്ക് ഡ്രിൽ ടീച്ചറായിരുന്നു. ആരോഗ്യം നമുക്ക് ഉറപ്പാക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സന്തോഷത്തിൽ കളിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഡ്രിൽ ടീച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഡ്രിൽ ടീച്ചർ അവരുടെ കുടുംബത്തിൽ പ്രധാന റോൾ വഹിച്ചിട്ടുണ്ട്. ആ കുട്ടികളെ ഒന്നാം നിലയിലെത്തിക്കാൻ പ്രധാന റോൾ വഹിച്ചിട്ടുള്ള ഡ്രിൽ ടീച്ചർ ലിലി ടീച്ചർ. ആ ലിലി ടീച്ചറെ ഹാർദവമായി കൂട്ടായ്മ സ്വാഗതം ചെയ്യുകയാണ്. ഉണ്ണിമാഷ് നമ്മളെ ഒരു അധ്യാപകനുപരി ഒരു നല്ല സുഹൃത്ത് കൂടിയായിട്ടാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ പറയുന്ന ഒരു സൗഹൃദം അദ്ദേഹത്തിന്റെ മകനോടൊപ്പം അദ്ദേഹത്തിൽ ചേർത്തിട്ട് അദ്ദേഹത്തെയും നമുക്ക് ഈ വേദിയിൽ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. ഭൂമിയുടെ സ്പന്ദനം കണക്കിലാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണക്ക് പക്ഷേ അതേപോലെ സ്വാഗതം ചെയ്യുന്നു. പരിപാടി തുടങ്ങിയിട്ട് കുറച്ച് അധ്യാപകർ കുറച്ച് നേരം വൈകിട്ട് എത്തിയവരാണ്. അകലേന്ന് വരുന്ന ആൾക്കാരാണ്. മാഗി ടീച്ചർ, സുന്ദരി ടീച്ചർ, പിന്നെയും വരുന്നുണ്ട്. കുറച്ച് വർഗീസ് മാഷ് വന്നു. അവിടെ ആരാ? സുന്ദരി ടീച്ചർ ഇരിക്കണു. റീത്താം ടീച്ചർ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കസേരകളൊക്കെ ഇട്ട് അവരൊക്കെ ഇരുത്തുകയാണ് കേട്ടോ. മാനേജരും അധ്യാപകരുമൊക്കെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനത്തിൻ്റെ ഒരു ഭാഗമാകുന്നു. മാനേജർ അച്ഛൻ ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. ടീച്ചേഴ്സും പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളായിട്ട് അവർ നൽകുന്നതായിരിക്കും. ഇപ്പോൾ റീത്താം ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യമായിട്ടാണെങ്കിൽ പോലും ഇവിടെ വരാനായിട്ടും ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ മുഖത്ത് കാണുന്ന ആ ഒരു പ്രസരിപ്പ്, അത് എന്താ പറയുക, 1000 പൂത്തിരി കത്തുന്ന ആ ഒരു പ്രതിനിധിയാണ് ഓരോരുത്തരുടെ. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് മാനേജർ അച്ഛൻ പോയി. സ്വാഗതം തുടരുകയാണ്. പക്ഷേ നമ്മുടെ ചെങ്ങാന്റെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് LC ടീച്ചറാണ്. LC ടീച്ചർക്ക് സ്വാഗതം. LC ടീച്ചറുടെ സ്റ്റുഡൻ്റ് തന്നെയാണ്. LC ടീച്ചറുടെ അയൽപ്പക്കക്കാരിയാണ്. ഇത് മാഗി ടീച്ചർ. മാഗി ടീച്ചർക്കും സ്വാഗതം. സുന്ദരി ടീച്ചർക്ക് സ്വാഗതം. അടുത്ത ദിവസം തന്നെ
അദ്ദേഹത്തിന്റെ ഹസ്ബൻഡായിട്ടുള്ള ജോസ് മാഷ് അടക്കം വരാൻ നമ്മൾ പോയി കണ്ടിരുന്നു. ജോസ് മാഷ് ജീവന് തുല്യം തുടിപ്പുകളും ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ടീച്ചർ അധ്യാപകൻ ഒപ്പം തന്നെ മോഡലായിട്ടുള്ള ഒരാളുണ്ട്. ജീവിതത്തിലെ എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ കാണിച്ചു തരണം. ജീവിതത്തിൽ മോഡലായിട്ടുള്ള ടീച്ചർ സാമൂഹിക വിലപെടുന്ന ടീച്ചർ, സാമൂഹിക കുടുംബ ബന്ധങ്ങളടക്കം നിലനിർത്തിപ്പോഴ തീരുമാനമെടുക്കുന്ന ടീച്ചർ. ആ ടീച്ചറെ ഹാർദമായി സ്വാഗതം ചെയ്യാൻ റീത്തമ്മ ടീച്ചർക്ക് സ്വാഗതം. ഒരു അധ്യാപകൻ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ കോളേജിൽ നിന്ന് നേരെ പഠിപ്പിക്കാൻ വന്നത് വർഗീസ് മാഷാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആവേശത്തോടെ. ഉൾപ്പെടുത്താനുള്ളത് നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരിൽ കുറച്ച് മികവ് കാണിച്ച ആൾക്കാരെയാണ് നമ്മൾ ഇതിനെ ആദരിക്കാൻ പോകുന്നത്, അനുമോദിക്കാൻ പോകുന്നത്. അതിനെ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷീബയെ തന്നെയാണ്. ഷീബ ASI ഇപ്പോൾ പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഷീബ അറിയാം, രാഷ്ട്രപതിയുടെ സ്വർണ്ണ കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് ഷീബ പഠിച്ച്, അതായത് ട്രെയിനിങ് കഴിഞ്ഞു വന്ന് ചാലക്കുടിയിലാണ് ജോയിൻ ചെയ്തത്. ചാലക്കുടി ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രസിദ്ധമായിട്ടൊരു കളന് കഴുത്തിൽ പിടിച്ച് പൊക്കിക്കൊണ്ട്, അത് സ്ത്രീകളുടെ മാല പൊട്ടിച്ച കളന് കഴുത്തിൽ പിടിച്ച് പൊക്കിക്കൊണ്ട് മറ്റേ കൈ കൊണ്ട് മാല വാങ്ങി ആ കളനെ കൊണ്ട് പോലീസിലെ സ്റ്റേഷനിൽ കൊണ്ട് ഇന്നാക്കിയ ഷീബ. അങ്ങനെ നമുക്ക് നമ്മുടെ പത്രവാർത്തകൾ കണ്ടപ്പോ ഷീബ നമ്മുടെ കൂട്ടുകാരിയാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് ഒരു രാഷ്ട്രപതിയുടെ മെഡൽ എന്ന രീതിയിലേക്ക് ഷീബയ്ക്ക് അംഗീകാരം കിട്ടിയത്. അത് നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ആ അഭിമാനത്തോടൊപ്പം ഷീബയെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. നമ്മുടെ സ്കൂളില് ഞാൻ നേരത്തെ പറഞ്ഞു, മാർട്ടിനും മാർട്ടിനും ശേഷം ഇവിടെ ഒരു സ്കൂൾ ബസ് ഉണ്ടായി. അത് ചെങ്ങാനൂരുകാരെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്കൂൾ ബസ് ഉണ്ടായത്. നമ്മുടെ തൊട്ട് തന്നെ താമസിക്കുന്ന പ്രിൻസിയാണ്. ആ പ്രിൻസിയാണ് അവിടെ അവർക്ക് കോമ്പറ്റീഷൻ ആയിട്ട് അന്ന് ജിസി ഉണ്ടായിരുന്നു, ഷീബി ഉണ്ടായിരുന്നു, ബൈജു ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ അവസാനം അവർ മറികടന്നുകൊണ്ടാണ് ഈ പ്രിൻസി അത് നേടിയിട്ടുള്ളത്. അന്ന് നമ്മുടെ ഓടി കളിക്കുന്ന സുന്ദരിയായിട്ടുള്ള പ്രിൻസി എന്ന കുട്ടിക്ക് സമുദ്രത്തോടൊപ്പം തന്നെ മാർക്കും കൊടുക്കുന്നുണ്ട് ദൈവം അംഗീകരിച്ചു. അപ്പൊ ആ പ്രിൻസിയെ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ കൂട്ടായ്മ വിപുലീകരിക്കാൻ പ്രവർത്തനം നടത്തിയിട്ടുള്ള നമ്മുടെ സെക്രട്ടറി ഉണ്ട് സുരേഷ്. ആ സെക്രട്ടറിയുടെ വാക്കുകൾ പറയാൻ വേണ്ടി കഴിയില്ല. ആ സെക്രട്ടറിയെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരട്ടക്കുട്ടികളുടെ അച്ഛനായിട്ടുള്ള നമ്മുടെ ജോയിച്ചിന്റെ സഹധർമ്മിണി ത്രേസ്യ അമ്മ. ഇവരൊക്കെ തന്നെ നമ്മുടെ രണ്ടുപേര് നമ്മുടെ ക്ലാസ്സിലാണ്. പക്ഷെ ഇവര് കല്യാണം കഴിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇവര് മനസ്സിൽ സജീവമായിട്ട് അമൃതാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവരുടെ കൂട്ടായ്മയുടെ ആ സ്നേഹത്തിന്റെ ഫലമായിട്ട് ദൈവം അവർക്ക് ഇരട്ടക്കുട്ടികൾ കൊടുത്തു. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ കൂടിയാണ് ജോയിച്ചൻ. അപ്പൊ ജോയിച്ചന് മറ്റൊരു സൗഭാഗ്യം കൂടി ദൈവം കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൻ യൂറോപ്പില് ഒരു സ്കോളർഷിപ്പോടുകൂടി, വലിയ സ്കോളർഷിപ്പോടുകൂടി ഉന്നത പഠനം നടത്തിയാണ്. ജോൺ റിച്ച് എന്ന ചെറുപ്പക്കാരനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കൂട്ടായ്മയ്ക്ക് കരുത്തുകാരനായിട്ട് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ഒരു ജയചന്ദ്രനുണ്ട്, നന്ദിപുരത്തുള്ള ജയചന്ദ്രൻ. ആ ജയചന്ദ്രന് വരാൻ കഴിഞ്ഞിട്ടില്ല. ജയചന്ദ്രൻ നമുക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബ്രാൻഡഡ് വാച്ച്, എന്ന ബ്രാൻഡഡ് വാച്ച് എല്ലാവർക്കും സമ്മാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിലേക്ക് സ്വാഗതം ചെയ്തതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം പ്ലീസ്. 1985 ബാച്ചിലെ 176 സഹപാഠികളുടെ ക്ഷേമ അനുസരികൾ മുന്നിൽ കണ്ട് അവരുടെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ പരസ്പരം ഒരു കൈത്താങ്ങാവണം എന്ന ലക്ഷ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് 2018 നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത്. എന്നിരുന്നാലും നമ്മുടെ ലക്ഷ്യത്തെ സാധൂകരിച്ചുകൊണ്ട് ഒരു സഹപാഠിയുടെ മകൾക്ക് 4000 രൂപ മറ്റൊരു സഹപാഠിക്ക്
കൊടുക്കുവാൻ കഴിഞ്ഞത് ഈ കൂട്ടായ്മയുടെ വിജയമായി ഞാൻ കരുതുന്നു. ഇതിനുവേണ്ടി ചെറിയ സഹായങ്ങൾ ചെയ്ത എല്ലാ സഹപാഠികളെയും അഭിനന്ദിക്കുന്നു. ഊർജ്ജം നൽകുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പാസ്സാക്കുവാൻ അധ്യക്ഷ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും നന്ദി. അവരെ ആദരിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. ഗുരുവന്ദനം എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. നമ്മൾ അടുത്തതായി അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മുടെ 10ഓളം നമ്മുടെ അധ്യാപകർ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചു പേർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പ്രായാധിക്യം മൂലം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാൽ പോലും പ്രായം ഒരു നമ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു 10 ടീച്ചേഴ്സ് ആണ് ഇവിടെ എത്താൻ. ഏറ്റവും വലിയൊരു കയ്യടി കൊടുക്കുക ആദ്യമേ തന്നെ. ഒരിക്കലും നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യം ഇപ്രകാരമാണ്: ലോകത്തിലെ മനുഷ്യന്മാരെ വായിക്കേണ്ട 2 പുസ്തകങ്ങളുണ്ട്. ഏതാണെന്നറിയോ? ആർക്കറിയില്ല? ഈ 2 പുസ്തകം ഇതാണ്. ഒന്നാമത്തെ പുസ്തകം അവനെ കുറിച്ച് തന്നെ, രണ്ടാമത്തെ പുസ്തകം ചുറ്റുമുള്ള പ്രകൃതി. ഈ 2 പുസ്തകത്തെ കുറിച്ച് നമുക്ക് വെളിച്ചം തരുന്നതും ഇത് വായിക്കാനായും പഠിക്കാനായും നമ്മളെ പ്രേരിപ്പിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ. ഒരു കുട്ടി, ഒരു പുസ്തകം, ഒരു പേന, ഒരു അധ്യാപകർ, ഈ 4 പേർക്ക് കൂടി ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ചവരാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എത്രത്തോളം ആദരിക്കാൻ സാധിക്കും അത്രത്തോളം നമ്മൾ അവരെ ആദരിക്കണം, അനുസ്മരിക്കണം. എനിക്ക് തോന്നുന്നു 85 ക്ലാസ്സിൽ രാഷ്ട്രം അറിയുന്ന അംഗീകാരങ്ങൾ ലഭിച്ചവരുണ്ട്. ഒരുപാട് വലിയ വലിയ ജോലി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ട്. ഇതിന്റെ എല്ലാം അടിത്തറ തുടങ്ങുന്നത് ഇവരിൽ നിന്നാണ്, അല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ പ്രിയ നമ്മുടെ രാജേഷ് ചേട്ടൻ അധ്യാപകരെ കുറിച്ചുള്ള ഒരു ഗാനം ആദ്യമായി അവരെ ആഗ്രഹിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നതാണ്. അധ്യാപകർക്കൊരു പ്രണാമമാണത്. അപ്പോ രാജേഷ് ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ അക്ഷരപ്പൂനില ഉള്ളിൽ കൊളുത്തിയ അന്ധത നീക്കിയ പുണ്യം, അറിവിന്റെ ലോകത്ത് പിച്ച നടത്തിയ അജ്ഞത മാറ്റിയ സത്യം, ഗുരുനാഥരാണെന്റെ ഭാഗ്യം, ആ ഗുരുനാഥരാണെന്റെ ദൈവം. ബാല്യത്തിലാവോളം സ്നേഹിച്ചു ലാളിച്ചു രക്ഷകർത്താവായി നിന്നു, കൗമാരകാലത്ത് നേർവഴി കാട്ടുവാൻ കാർക്കശ്യമേറ്റം നടിച്ചു, യൗവനകാലത്ത് എല്ലാം അറിയുന്ന ഉറ്റചങ്ങാതിയായി മാറി, നന്മയും തിന്മയും എല്ലാം പഠിപ്പിച്ച ഗുരുനാഥരാണെന്റെ ഭാഗ്യം, ആ ഗുരുനാഥരാണെന്റെ ദൈവം, ആ ഗുരുനാഥരാ ഞങ്ങളുടെ ദൈവം. സത്യവും ധർമ്മവും നീതിമൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ടേറ്റം ആത്മാഭിമാനികളായി ജീവിച്ചൊരാ ഗുരു ശിഷ്യബന്ധമാഹാത്മ്യം, കഠിനമാകുന്നൊരു ജീവിതയാത്രയ്ക്ക് ചോദനയേകുകയായി, അറിയുന്നു ഞാനാ ഗുരുത്വം പകർന്നൊര ഗുരുനാഥനാണെന്റെ ഭാഗ്യം, ആ ഗുരുനാഥരാണെന്റെ ദൈവം, ആ ഗുരുനാഥ
ജെസ്സിയാണ് ജോസ് മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത്. ജെസ്സി എന്ന സ്റ്റുഡൻറ്റ് മാഷ്ടെ. ലില്ലി ടീച്ചറേയും ജെസ്സിക്ക് ഇഷ്ടം തന്നെ. ലില്ലി ടീച്ചറെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് ജോഷിയാണ്. ജോഷി ഒരു പൊന്നാടയും പിന്നെ ഒരു മെമ്മൻറ്റോ ഫലകം, മറ്റൊന്ന് ഒരു വാച്ചുമാണ് കേട്ടോ. ജയചന്ദ്രൻ്റെ വക ഒരു വാച്ച് എല്ലാവർക്കും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വാറുണ്ണി മാസ്റ്ററെ ആദരിക്കാനായിട്ട് ബാജിയാണ് വന്നിട്ടുള്ളത്. വാറുണ്ണി മാസ്റ്ററെ ആദരിക്കാൻ ബാജിയാണ് എത്തിയാണത്. ഓക്കെ ബാജി, താങ്ക് യു. അടുത്തതായിട്ട് ഉണ്ണി മാസ്റ്ററെ ആദരിക്കാനായിട്ട് ഓമനയാണ് വരുന്നത്. മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന വിദ്യാർത്ഥികൾ അധ്യാപകരെ സ്നേഹാദരങ്ങളോടെ സ്വീകരിക്കുകയാണ്. അടുത്തതായിട്ട് നന്ദിനി ടീച്ചറെ ആദരിക്കാനായിട്ട് ജാംഷിത്താണ് എത്തിയിട്ടുള്ളത്. എൻ്റെ പടം എൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ട് ഞാനൊരു പടം എടുത്ത് വെച്ചതാണ് കേട്ടോ. അടുത്തതായിട്ട് വർഗീസ് മാസ്റ്ററെ ആദരിക്കുന്നു. അടുത്തതായി മാഗി ടീച്ചറെ ആദരിക്കാനായിട്ട് ലിസയാണ് എത്തിയിട്ടുള്ളത്. ഷോള് പുതച്ച് ആദരിക്കുകയാണ് ലിസ. അടുത്തതായിട്ട് ആദരിക്കുന്നത് സുന്ദരി ടീച്ചറെയാണ്. സുന്ദരി ടീച്ചറെയും ഷാള് പുതപ്പിച്ചിട്ട് ആദരിക്കുകയാണ്, സമ്മാനങ്ങൾ നൽകുകയാണ്. അടുത്തായിട്ട് റീത്താമ്മ ടീച്ചറെയാണ് ആദരിക്കുന്നത് ശിവശങ്കരൻ. അടുത്തായിട്ട് ഡെയ്സി ടീച്ചറെയാണ് ആദരിക്കുന്നത്. സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടതിൽ. ഒരു കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണല്ലോ നമ്മള്. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ചാല് പരസ്പരം സഹായിക്കുക എന്നുള്ളതാണല്ലോ. അത് നടക്കട്ടെ നന്നായിട്ട്. അതിനെ സന്മാനിച്ചുള്ള കുറെ ആൾക്കാർ നിങ്ങൾക്ക് കൂട്ടുകാരുള്ളത് വളരെ സന്തോഷമാണ് കേട്ടത്. എല്ലാവരെയും കൂടെ ഒരുമിച്ച് അവരുടെ ദുഃഖങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കാൻ ഒരു അവസരം കിട്ടി. അതിലുപരി പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സിലായി. എൻ്റെ മനസ്സിലാവും നല്ല കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ചൊക്കെ വളരെ അതിലുപരി ഹൈ പൊസിഷനിൽ സന്തോഷിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനിയും തുടർന്ന് ചെയ്യുന്നത് ആഗ്രഹം മാത്രം. ഇത് മാത്രം എനിക്ക് നിങ്ങളോട് അറിയാനുള്ളൂ. വീണ്ടും എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും അനുമോദനം. ഹലോ, നേരം കഴിഞ്ഞ് ഞാൻ ക്ഷമ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഓടിപ്പടിക്കാൻ താഴെന്ന് ചോദിക്കുന്നുണ്ട്. പഠിച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓടിപ്പടി ഒതുങ്ങി
പിള്ളേരെയും കൊണ്ട് അങ്ങനെ ഞാൻ നിങ്ങളെ പഠിക്കുന്നതില് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതില് എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ട് കുറെ കാലമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. കുറവ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാതിരുന്നു, എൻ്റെ മക്കൾക്ക് കൊടുക്കാതിരുന്നിട്ടുണ്ട് മറ്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതോ പഠിക്കുന്നതോ എന്തെങ്കിലും കുറവ് വന്നാൽ അതിന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അത് ഇപ്പൊ ബൈബിളൊക്കെ എപ്പോഴും വായിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ മുമ്പിൽ ഒരു കുത്തിരിക്കണം എന്ന് പറയും. അതൊരു കഴിവാണ്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് സാഹചര്യം കൊണ്ടായാലും ശരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ അതിനെ കണ്ടു പറയണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥന സഹായം വേണമെങ്കിൽ അതും പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി പരിഹാരം ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ പരിപാടി നിർത്തുകയെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു എന്താ പറയുക, വലിയ വ്യക്തിയാണ്, വലിയ പറയുന്നതാണ്. അത് നമുക്ക് അറിയാം. പിന്നെ പ്രായമായതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറുപ്പാണ്. പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. മനസ്സും ശരീരവും ആരോഗ്യമുണ്ടെങ്കിൽ 100 കഴിഞ്ഞാലും പ്രായമാണ്. ജീവിതത്തെ ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതവും മക്കളുടെ ജീവിതവും ഒക്കെ ഭാസുരമാകട്ടെ എന്ന് ആശംസിക്കട്ടെ. ഇവിടെ ഞങ്ങൾ റിട്ടയർ ചെയ്ത അധ്യാപകർ വർഷത്തിലൊരിക്കൽ കൂടാറുണ്ട്. ഈ വർഷത്തെ കൂടുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 40ഓളം പേരാണ് ആ യോഗത്തിലേക്കൊക്കെ എത്താറുള്ളത്. ഇപ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകർ നന്ദിനി ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇടയിലെ ടീച്ചേഴ്സിനോട് പ്രത്യേകമായിട്ട് സ്നേഹവും താല്പര്യവും ആശംസകളും അറിയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറൊക്കെ നിങ്ങളുടെ കയ്യിലായിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നന്ദിനി ടീച്ചറുടെ കയ്യിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ മകൻ ഇവിടെയാണ് പഠിച്ചത്, മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച്. ഞാനിത് പറയാൻ കാരണം പല മാതാപിതാക്കൾക്കും ഒരു ധാരണയുണ്ട്, എയ്ഡഡ് സ്കൂളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചാലൊന്നും വലിയ കാര്യമില്ല, CBSE ICSE അതിനപ്പുറമുള്ള SCകളിലൊക്കെ പോയി പഠിച്ചാലേ കേടുള്ളൂ. എൻ്റെ മകൻ ഇവിടെ പഠിച്ചു, വീട്ടിൽ കഴിഞ്ഞു, ക്ലാസ്സും തുടങ്ങില്ല. എനിക്ക് കമ്പനിയിൽ എഞ്ചിനീയറായി ഇതിപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ്, പുറത്ത് ഷാർജയിൽ. അപ്പോൾ നിങ്ങൾ മക്കളെ നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ട ക്വാളിറ്റി നമ്മുടെ വിദ്യാലയത്തിൽ നിന്നിട്ടും നമ്മുടേതായ കൂടി നമ്മൾ കൊടുക്കുമ്പോൾ അവർ നല്ല വഴിയിൽ പോകാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ നമ്മുടെ മക്കളെ വഴിതിരിയാനായിട്ട് ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നു കിടക്കുന്ന പോലെ കിടക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും കുട്ടികൾക്ക് വഴിതെറ്റി പോകാം. പക്ഷേ നമ്മൾ വളരെ വിവേകത്തോടെ ഈ കുട്ടികളെ നമ്മുടെ വഴിയിൽ കൊണ്ടു നടക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കരുതൽ കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കാനും ഒരുമിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. എല്ലാവരും പറയണ കേട്ട് ഇനി എന്ത് പറയണെന്ന് പറയുന്ന എന്റെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ് മാഷിന് എന്താ പറയാനുള്ളത്? ഏറ്റവും അധികം സന്തോഷം തോന്നിയത് 40 വർഷം പിന്നിട്ടതിന് ശേഷം ഇപ്പോഴും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ ഓർക്കുന്നു എന്നുള്ള ആ കാര്യം മനസ്സിൽ വരുമ്പോൾ അമിതമായിട്ടുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ഈ 35 കൊല്ലത്തെ സർവീസ് ഉണ്ട്. ഈ 35 കൊല്ലത്തെ സർവീസിനിടയ്ക്ക് വളരെയധികം കുട്ടികളെ ഞാൻ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പലപ്പോഴും പുറത്ത് ഏതെങ്കിലും ഓഫീസുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂടുതൽ പറയുമ്പോഴത്തേക്ക് ട്രഷറിയിൽ കർഷം കഴിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്നേഹമാണ് അവർ കാണിക്കുക. നമ്മുടെ കുട്ടികളെ അവിടെ കുത്തിയിരുന്നാൽ മതി, അവർക്ക് അനുഭവം വരും. പല ഓഫീസുകളിൽ എനിക്ക് പോകുമ്പോൾ അവിടെ തോന്നി ഞാൻ കഴിഞ്ഞ അവരോട് പറയുക എങ്ങനെ ചെയ്തു തരിക എന്നൊക്കെ പറഞ്ഞാലും അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ആളെ പഠിപ്പിച്ച ഒരു കുട്ടി അവിടെ ഉണ്ടാവും. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാൻ നിങ്ങൾ വളരെയധികം വളരെയധികം സന്തോഷമുണ്ട്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള എനർജറ്റിക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അത് സ്ത്രീകളുണ്ട്, മറ്റുള്ള എന്തൊക്കെ
വലിയ കലകൊടുത്തുള്ള ആരോഗ്യകരമായ സന്തോഷകരമായ ഇദ്ദേഹം ഇപ്പോഴത്തെ ഈ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. ഈ കുട്ടികളുടെ ജൂനിയറാണ് ഇദ്ദേഹം. എല്ലാവരെയും ഇങ്ങനെ ഒരു അവസരത്തിൽ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. ഇതിന് വളരെയധികം സന്തോഷം ഇങ്ങനത്തെ ഒരു പരിപാടി കാണുമ്പോൾ. കാരണം ഞങ്ങളുടെ ബാച്ചുകാരെ 1-2 പരിപാടികൾ ചെയ്തെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത് അയച്ചു നോക്കാം ഗ്രൂപ്പിലേക്ക് ഇടാനായിട്ടാണ്. കാരണം ഇതുപോലെ നല്ലൊരു അധ്യാപകരെ വിളിച്ച് ആദരിക്കുന്ന ഒരു പരിപാടി, അതുപോലെ ഒരുപാട് ഹെൽപ്പായിട്ട് നിങ്ങളുടെ ബാച്ചുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് റിപ്പോർട്ട് സുരേഷ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഫോട്ടോസൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ പറയാം, 85 ബാച്ച് വളരെ ഭംഗിയായിട്ട് ടീച്ചേഴ്സിനെ പഠിപ്പിച്ച ടീച്ചർമാരെല്ലാവരും എന്നെ പഠിപ്പിച്ചതാണ്. അവർക്ക് അറിയുമോ അറിയില്ല. നന്ദി. ഞാൻ ഈ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഈ ഗ്രൂപ്പില് ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉള്ള ഗ്രൂപ്പാണ് അല്ലേ? ഒരു കുറേ പേർക്ക് നല്ല സ്വരമാധുര്യം കൊണ്ട് എന്താ പറയാ വർണ്ണമഴ തീർക്കാൻ സാധിക്കുന്ന ഒരുപാട് ആളുകള് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. പ്രാർത്ഥനാ ഗാനത്തോടു കൂടി നമ്മളെ ഈ പ്രോഗ്രാമിലേക്ക് അറിയിച്ച് ഒരു നമ്മുടെ ഗുരുക്കന്മാർക്ക് ഒരു നല്ലൊരു ഈരടികളിലൂടെ വന്ദനം അറിയിച്ച രാജേഷ് ഏട്ടനെ വീണ്ടും നല്ലൊരു പാട്ടിന്റെ ഈരടികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയാണ് ചെയ്ത് നല്ല എടുക്കണ. എന്തായാലും നമ്മുടെ ഈ സ്റ്റേജിൽ ഈ നമ്മളെ പഠിപ്പിച്ച ഈ മാഷന്മാരെ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അതുകൊണ്ട് നമ്മുടെ ഈ ഓർമ്മച്ചത്തിന്റെ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ പഠിച്ച പണ്ടത്തെ ഇപ്പോൾ പള്ളിയിരിക്കുന്ന ഫോട്ടോ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഭയങ്കര ഓർമ്മയും ഒക്കെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു പഴയ ഒരു ഗാനം ആലപിക്കാം. അപ്പൊ എനിക്ക് ജയജയന്റെ പാട്ടുകളാണ് കൂടുതൽ പാടാൻ ഇഷ്ടം. മണിയറയിലെ നിർമ്മലശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മലശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹ മലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ പുണ്യവതി നിന്റെ പൂങ്കാവനത്തിലൊരു നമ്മൾ ആദരിക്കാൻ പോവാണ്. അപ്പോ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് 85 ബാച്ചിന്റെ തന്നെ ഒരു അഭിമാനമാണ് ഈ വ്യക്തി. അത് പറയരുത്, 85 ബാച്ചിന് തന്നെ അഭിമാനമാണ് ഈ വ്യക്തി. കൊടകര പോലീസ് സ്റ്റേഷൻ ASC ആയി സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് ഇത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി ശിവ അശോകൻ. ശിവനെ കുറിച്ച് പറയുമ്പോ ഞങ്ങള് രണ്ടുപേരും ഇവിടെ സെന്റ് മേരീസിന്ന് 10ാം ക്ലാസ് പാസ്സായി ഇറങ്ങിയവരാണ്. അപ്പൊ ഞങ്ങളിവിടെ മെറിറ്റിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ ആ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായിരുന്നു ശിവാനി. അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലേ, ഞങ്ങൾ നോക്കുമ്പോ വലിയൊരു പോലീസുകാരി നമുക്ക് അറിയില്ലല്ലോ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അമ്മയുടെ ബാച്ച്മേറ്റ് ആണ്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന സമയമായപ്പോ സമ്മാനം നൽകുന്നത് ശിവാന്റിയാണ്. അപ്പൊ ഞങ്ങള് എങ്ങനെ വിളിച്ചു, ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ വരിക. അപ്പൊ ഞങ്ങളെ കണ്ട പാടെ മക്കളാണോ ചോദിച്ചു. അപ്പൊ ഞങ്ങള് കിട്ടുന്ന എത്തി. ഞങ്ങൾ ആകെ നമുക്ക് അറിയില്ലല്ലോ അമ്മയുടെ ബാച്ച്മേറ്റ് ആണ്,
അമ്മയുടെ അപ്പച്ചനെയും കൂടെ പഠിച്ചൊരു ഇത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ചോദിച്ച സമയത്ത് ഞങ്ങള് പെട്ടെന്ന് എത്തി. എന്നിട്ട് പറഞ്ഞു അമ്മയുടെ അപ്പച്ചനെയും കൂടെ പഠിച്ച ആളാട്ട, അമ്മയുടെ അപ്പച്ചനോട് അന്വേഷണം പറഞ്ഞോളാട്ടാന്നൊക്കെ പറഞ്ഞ ഒരു ഷീബാന്റിനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആ ഷീബാന്റിക്ക് ഇന്ന് നമ്മളിവിടെ അംഗീകാരം കൊടുക്കുമ്പോ അംഗീകാരം കൊടുക്കുന്നത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ? എന്തിനാണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. നേരത്തെ ഡേസണില് സ്വാഗത പ്രസംഗം പറഞ്ഞു 85 ബാച്ചിന്റെ തന്നെ ഏറ്റവും അഭിമാനം ഓരോ ബാച്ചിലുണ്ടാവും. നമ്മുടെ ഓരോ ബാച്ചിലുണ്ടാവും അവരുടെ ബാച്ചിനെ ഉയർത്തി കാട്ടുന്നതിൽ അഭിമാനപൂർവമായ ഓരോ വ്യക്തിത്വങ്ങൾ ഓരോ ബാച്ചിലുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഈ കസലിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ 85 ബാച്ചിന്റെ അഭിമാനങ്ങളാണ്. അപ്പോ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇന്ന് ഷിബാനിയെ നമുക്ക് ആദരിക്കാം. കാരണം തന്നെ സുത്യർഹ സേവനത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം മെഡൽ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ശ്രീമതി ഷീബ അശോകൻ. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടിയ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ആദരവ് സ്വീകരിക്കുന്നതിനായി ആദരവ് കൊടുക്കുന്നതിനായി നമുക്ക് ആരെ വിളിക്കണ്ടേ? ഷിബാനി ചോദിക്കാം. ഷിബാനിക്ക് ആരെ ആദരവ് നൽകുന്നതാണ് ആഗ്രഹം? അതൊരു ഇപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പോലീസിൽ ജോലി ചെയ്യുന്ന ഷീബ AK ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച കുട്ടിയാണ്. മാത്രമല്ല രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡലൊക്കെ മേടിച്ചിട്ടുള്ള ധീരതയ്ക്കുള്ള സ്വർണ്ണ മെഡൽ മേടിച്ച ആളുകൂടിയാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അല്ലേ? ഈ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കി വിജയിച്ച പ്രിൻസിക്ക് വാറുണ്ണി മാസ്റ്ററാണ് ഷോൾ അണിയിച്ച് ആദരിക്കുന്നത്. പ്രിൻസിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇപ്പോൾ സഹപാഠികളുടെ മകനാണ്. മകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ അവാർഡ് പറയാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ ചേട്ടനാണ് ആള്. ചേട്ടൻ ഏറ്റവും സ്നേഹത്തോടു കൂടി പറയാണ്, ചേട്ടൻ യൂറോപ്യൻ യൂണിയന്റെ എറാസ്മസ് മുണ്ടസ് എന്ന സ്കോളർഷിപ്പ് യോഗ്യനായിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ എറാസ്മസ് മുണ്ടസ് അത് ചേട്ടൻ എടുത്തിരിക്കുന്നത് നാനോ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗമാണ്. അത് ഇന്ത്യയില് 2 വ്യക്തികൾക്കാണ് ആ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. അത് 2ഉം തൃശ്ശൂരുകാരാണ്. ഒരാള് പെൺകുട്ടിയാണ്, ചാലക്കുടിയിൽ നിന്നാണ് ആ ചേച്ചി, ലെസ്ലി എന്നാണ് പേര്. രണ്ടാമത്തത് മിസ്റ്റർ ജോൺ റിച്ച് ആണ്. അപ്പോ ചേട്ടന് അനുമോദിക്കാൻ അടുത്തത് ചേട്ടൻ അനുമോദിക്കുന്നതാണ്. അപ്പോ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അപ്പച്ചൻ തന്നെ വാങ്ങണ്ട, അമ്മ തന്നെ വാങ്ങണ്ട. എനിക്ക് സമ്മാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് അപ്പച്ചനും അമ്മയും കൂടി ഒരുമിച്ച് സ്റ്റേജിൽ കയറി വാങ്ങാനാണ് ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ജോയ്ച്ചൻ ആൻഡ് മിസസ് കൊച്ചുത്രേസ്യ ദ സ്റ്റേജ്. ജോയ്ച്ചൻ്റെയും കൊച്ചുത്രേസ്യയുടെയും മകന് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് വിദേശത്ത് പഠിക്കുകയാണ്. അവനുള്ള ഒരു സമ്മാനം അവരുടെ മാതാപിതാക്കളെ ഏറ്റുവാങ്ങുകയാണ്. അവരുടെ 2 സഹോദരിമാരാണ് ആങ്കർ ചെയ്യുന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. എൽസി ടീച്ചറാണ് അവരെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നത്. ഇപ്പൊ തിരിച്ചു കണ്ണാടയിട്ട് മുടി അധികമില്ല. സുരേഷേട്ടനാണ്. സുരേഷേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സുരേഷേട്ടൻ എന്തിനാണ് നമ്മൾ ആദ്യം നൽകുന്നതിന് അറിയോ? ആർക്കെങ്കിലും അറിയില്ല? ഞാനത് പറയാം. തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാലയിലെ മുത്തുമണി കോർക്കുന്ന പോലെ ഓരോരുത്തരെയും കോർത്ത് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി നിങ്ങളെല്ലാവരെയും ഈ ഒരു കൂട്ടായ്മയ്ക്ക് എത്തിച്ചതിൽ പങ്കുവയ്ക്കുന്ന ഒരാളാണ് സുരേഷേട്ടൻ. അപ്പൊ ആ ഒരാളെ നമുക്ക് ആദരിക്കാണ്ടിരിക്കാനായിട്ട്
ക്ഷണിക്കുന്നു. ഈ കൂട്ടായ്മയുടെ സെക്രട്ടറിയും അല്ലെങ്കിൽ നെടുനായകത്വം വഹിക്കുന്നവനുമായിട്ടുള്ള സുരേഷ് കൃഷ്ണയ്ക്ക് ആദരമർപ്പിക്കാനായിട്ട് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരാൾ, കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ നീലയും ഒക്കെ ഇട്ട് ഒരേപോലെ വന്നിരിക്കുന്ന ഷാംജിത്താണ് സുരേഷ് കൃഷ്ണയെ ആദരിക്കാനായിട്ട് വരുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അജിത്ത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുകൂതരെ, എനിക്ക് എത്ര സന്തോഷം എനിക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ഇതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് നടന്നിട്ട് ഈ ടീച്ചേഴ്സിനെ ഒന്നും എനിക്ക് പോയി കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് വലിയൊരു സങ്കടമുണ്ട്. ഇപ്പം അത് കണ്ടപ്പോൾ പറയാൻ പറ്റാത്ത സന്തോഷം എനിക്ക് മാത്രമല്ല, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും. ഇതിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സ്കൂളിൽ നിന്ന് പോയതിന് ശേഷം ഇതിലും സന്തോഷമുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു സന്തോഷം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. രാജേഷ് അതിനെനിക്കൊന്ന് കരയിപ്പിച്ച ഒരു ഗുരുവന്ദനം കറക്റ്റാണ് ടീച്ചറെ. ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഞങ്ങൾക്ക് ആരായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാവുന്നത് ഇവിടുന്ന് പോയതിന് ശേഷം. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ആരായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. എന്താ വെച്ചാൽ അന്ന് കണ്ടിട്ട് ടീച്ചറെ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചവരെ കാണുമ്പോൾ നമ്മുടെ ആൺകുട്ടികളാണെങ്കിൽ പെട്ടെന്ന് മുണ്ട് വളച്ചുതിക്കാൻ പെട്ടെന്ന് അയച്ചു. പെൺകുട്ടികൾ ബാക്കി ആരായാലും ഇപ്പൊ ഒന്ന് കുഞ്ഞു പോകും. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അത്. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ടീച്ചറെ ഒരു റിഫ്ലക്സാഷൻ ടീച്ചർ പഠിപ്പിച്ചാണ് ഓർമ്മ വരുന്നത്. അന്നത്തെ ടീച്ചേഴ്സിനെ കണ്ട പെട്ടെന്ന് ഒന്ന് വന്ദിക്കാൻ ഞങ്ങൾ അറിയാതെ തന്നെ വരുന്നതാണ്. എത്രമാത്രം നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഇപ്പോഴല്ല അന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് കുറച്ച് പ്രായം ചെന്ന് വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓടി വന്ന് ടീച്ചർ പറഞ്ഞില്ലേ വീട്ടിലെ പണികൾ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളൊന്നും മര്യാദ നോക്കാണ്ട് ഓടി വരുന്നത്. ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ജോലിക്ക് പോകാൻ കഴിക്കുന്ന ഒരു തത്രപ്പാട് ഞങ്ങൾക്കറിയാം. കുട്ടികളെ നോക്കുക അപ്പോഴാണ് നിങ്ങളൊക്കെ ഞങ്ങളെ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ ഓർക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നന്ദി പറയുന്നതിന് മുമ്പ് തന്നെ ഇത് തന്നെയാണ് പറയുന്നത് ടീച്ചറെ. എല്ലാവരും ഇത്രയും ടീച്ചർമാരേക്ക് കുറച്ച് പേരെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ എല്ലാവരുടെ ആരോഗ്യത്തിനും കുറച്ച് എല്ലാവർക്കും ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നത് ഇപ്പൊ ടീച്ചറെയൊക്കെ കണ്ട് നമ്മുടെ സഹപാഠികളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞാനൊരു 10-20 വയസ്സ് പുറകോട്ട് പോയ പോലെ തോന്നുന്നുണ്ട്. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ തൽക്കാലം വേറൊരു ചിന്തയും മനസ്സിലില്ല. ഇത് ഇനി കണ്ണീന്ന് പോകണമെങ്കിൽ കുറച്ച് നാൾ പിടിക്കും നമ്മുടെ ഈ സന്തോഷം. അപ്പോൾ കുറെ സമയം വൈകി നന്ദി പറയലാണ് എൻ്റെ കടമ. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ ഇവിടെ ഉദ്ഘാടനത്തിന് ഇപ്പൊ ഇല്ല, കൊച്ചച്ഛൻ ഇവിടെ ഇല്ല, സമയമില്ലാഞ്ഞിട്ട് പോലും നമ്മളെ ഈ ഉദ്ഘാടനം ചെയ്യാമെന്ന് നമ്മുടെ പള്ളിയിൽ മാനേജറാണ് ഏറ്റിരുന്നത്. അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊച്ചച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കുർബാന ഉണ്ടായിട്ട് പോലും ആ സമയം വരെ കാത്തിരുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പോയ അച്ഛൻ എവിടെ ഇല്ലെങ്കിലും നമ്മുടെ എല്ലാവരും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്തത് എൻ്റെ പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. അത് സുന്ദരി ടീച്ചർ പറയാനായിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടീച്ചർ എവിടുന്നാ വരുന്ന ടീച്ചർ ഞങ്ങൾ പോലും എത്ര ദൂരെന്നാണെങ്കിൽ ഞങ്ങളൊന്നും പഠിക്കും. ടീച്ചർ ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഇതിൽ ഇത്രയും ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്നാൽ ടീച്ചർക്ക് എന്താ പറഞ്ഞ് എല്ലാവർക്കും ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും ഉണ്ണിമാഷൻ, അതുപോലെ ഉണ്ണിമാഷൻ മകനാണ് കൊണ്ടുവന്നിരിക്കുന്ന ഉണ്ണിമാഷൻ ആരോഗ്യസ്ഥിതി കുറച്ച് വർഷമാണ്. അത് തന്നെയല്ല അവിടെ നിന്ന് വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാഷ് ഇവിടെ വന്നു, ഇപ്പൊ നമ്മളോട് സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഒറ്റ വാക്കി ഞാൻ നന്ദി പറയണം. നന്ദി ഓരോരുത്തരും എടുത്തെടുത്ത് പറയാൻ സമയം വൈകിയത് കൊണ്ടാണ് നമ്മൾ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ PTA പ്രസിഡന്റ് നമ്മുടെ കുഞ്ഞനിയൻ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ പിൻഗാമിയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്താണ്. പിന്നെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പറയാം. നമ്മൾ 2017 തുടങ്ങി വെച്ചതാണ് ഈ ഉദ്യമം. ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം നമ്മുടെ വെള്ളപ്പൊക്കവും കോവിഡും അതിനുശേഷം പല പല പ്രശ്നങ്ങളായി നമ്മൾ നീണ്ടുപോയി. പക്ഷെ അത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
എല്ലാവർക്കും കൂടി ഒന്ന് ഇന്നായാലും ഒന്ന് ഒത്ത് കൂടാൻ കഴിഞ്ഞത്. ഇതിൽ വന്നവർ തന്നെ പലരും പല സ്ഥലങ്ങളിൽ വരാൻ പറ്റാത്തവരുണ്ട്, അതുപോലെ ജോലിക്ക് പോയിട്ട് ലീവ് കിട്ടാത്തവരുണ്ട്. ചന്ദ്രികയൊക്കെ ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ലീവ് വാങ്ങിച്ചു വന്നതാണ്. അതുപോലെ ദൂരെയുള്ള ആളുകളും അതുപോലെ ഗൾഫുകാരെ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. കൊച്ചാപ്പൂ ടീമൊക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെ പഴയ സ്കൂളിന്റെ ലെവലിലേക്ക് കൊണ്ടുപോയി. ഇണക്കങ്ങളും പിണക്കങ്ങളും പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ആ ഗ്രൂപ്പ് സജീവമായി കൊണ്ടുപോയ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരെ മറക്കാൻ പറ്റില്ല. അങ്ങനെ സജീവമായി കൊണ്ടുപോകുന്നതിലൂടെ രഹസ്യമായത് നിരീക്ഷിച്ചിരുന്നത് നമ്മുടെ മറ്റു കൂട്ടുകാരുണ്ട്. ഇതിൽ രംഗത്ത് വന്നില്ലെങ്കിലും ഞാൻ പറയുന്നത് ഇനിയും ആ ഗ്രൂപ്പിൽ എല്ലാവരും സജീവമായിട്ടുണ്ടാവണം. നമ്മുടെ ഗ്രൂപ്പ് ഇതിലും ഭംഗിയായിട്ട് കൊണ്ടുപോകണം. നമുക്ക് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ നമ്മൾ മറക്കരുത്. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പരസ്പരം ഒരു കൈത്താങ്ങാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇങ്ങോട്ട് വന്ന ഒരവസ്ഥയല്ല, മാനസികാവസ്ഥയല്ല നിങ്ങളുടെ എല്ലാം എന്റെയല്ല. അപ്പൊ ആ അവസ്ഥ നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള കോണ്ടാക്റ്റുകൾ ഉണ്ടാവണം, ആരും മറക്കരുത്. അപ്പൊ ഇവിടെ വന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നന്ദി പറയുന്നത്. എല്ലാവർക്കും നന്ദി. നമുക്ക് ഇവിടെയുള്ളവരും വരാൻ പറ്റാത്ത കുറെ പേരുണ്ടായി, അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടു വന്നിട്ടുണ്ട്. സീതയൊക്കെ എത്ര ദൂരെയാണ് വരുന്നത്. അപ്പൊ എല്ലാവരും വന്നതിന് സന്തോഷമാണ്. നന്ദി ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്ന കാര്യമില്ല. പിന്നെ ഇവിടെ സൗണ്ട് സിസ്റ്റം ഇതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തവരോട് നന്ദി പറയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് കിട്ടണം. ഈ സ്ഥലം ഇവിടെ അനുവദിച്ചു തന്ന നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനും സ്കൂൾ അധികൃതർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് കാണാൻ ഭയങ്കര അതിശയം തോന്നാണ്. ഇതൊരു വേറിട്ട അനുഭവമായിട്ട് ഞങ്ങൾക്ക് മാറാണ്. അപ്പൊ ഞങ്ങളെ ഇതിലേക്ക് വിളിച്ചതില് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാലം മായ്ക്കാത്ത സൗഹൃദ ബന്ധങ്ങൾ ഇഴചേർക്കാൻ പറ്റിയ ഈ വരാന്തകളുണ്ട്, ബെഞ്ചുകളുണ്ട്, ഡെസ്കുകളുണ്ട്, ചോക്ക് പൊടികളുണ്ട്, ബ്ലാക്ക് ബോർഡുകളുണ്ട്. ഇവയ്ക്കെല്ലാം സാക്ഷിയായ സൗഹൃദ ബന്ധങ്ങളാണ് നിങ്ങളുടെ ഈ സൗഹൃദ ബന്ധങ്ങള്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ദിവസം നിങ്ങളുടേതാണ്. നിങ്ങൾക്കത് അയവർക്കാന്ന് പറയില്ലേ, അത് അയവർക്കാൻ പറ്റട്ടെ, ഓർമ്മകൾ പുതുക്കാൻ പറ്റട്ടെ. ഇന്ന് ഈ ഓർമ്മച്ചെപ്പ് 85 ബാച്ചിന് ഇവിടെ തിരശ്ശീല വീഴുമ്പോ ഒരിക്കൽ കൂടി 1000 നന്ദി ഞങ്ങൾ പറയാണ്. മാത്രമല്ല, ഇവിടെ ഈ പെട്ടിയില് കുറെ ഗിഫ്റ്റ് ബോക്സുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ചോദിച്ചിട്ടാണ് പറഞ്ഞത്, ഇതൊക്കെ വാച്ചാണ്. വാച്ച് എല്ലാവർക്കും നൽകാവുന്ന ഒരു പ്രസന്റ് ആണ്, അല്ലെങ്കിൽ എല്ലാവർക്കും നൽകാവുന്ന ഒരു പ്രസന്റ് ആണ്. അപ്പൊ ജയചന്ദ്രൻ ആ ചേട്ടൻ അവിടെ നിന്നേക്കാവോ? ജയചന്ദ്രൻ ഇവിടെ ഇല്ല. ഓക്കെ. അപ്പൊ ജയചന്ദ്രൻ ചേട്ടന്റെ മകന്റെ ഓർമ്മയ്ക്കായിട്ട് എന്റെ എല്ലാ പാഷനേറ്റ്സിനും ഒരു വാച്ച് നൽകി അദ്ദേഹം ഒരു സൗഹൃദം പുതുക്കിയാണ് വിളിച്ചത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഞങ്ങൾ ഒരിക്കലും ഒരു പ്രൊഫഷണൽസ് ഒന്നല്ല, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അതൊക്കെ ക്ഷമിച്ച് മാപ്പാക്കി ഞങ്ങളോട് ഇരിക്കണം. അപ്പോൾ ഞങ്ങളെ വിളിച്ചതിലും എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മളുടെ ഉദ്ഘാടന സഭ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഉദ്ഘാടന സഭയ്ക്ക് വളരെ നല്ല രീതിയിൽ ആങ്കറിംഗ് ചെയ്ത നമ്മുടെ മക്കൾക്ക് ഉപഹാരം കൈമാറുന്നതിന് വേണ്ടി സുരേഷിനെ ക്ഷണിക്കുന്നു. അപ്പോൾ ഉച്ച ആയി, സമയം ഭക്ഷണം കഴിക്കാറായി. അപ്പോൾ കുട്ടികൾക്ക്, ആങ്കറിങ് ചെയ്ത കുട്ടികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അവർക്ക് സമ്മാനം കൊടുക്കുന്നു. 2 പേർക്കും സെക്രട്ടറി സമ്മാനം കൊടുക്കുകയാണ്. ഞാനും ഭക്ഷണം കഴിച്ച് ഇറങ്ങുകയാണ്. സ്കൂളിൻ്റെ മുറ്റത്ത് നിറയെ എല്ലാവരുടെ വണ്ടികളും കിടക്കുന്നുണ്ട്. സ്കൂളിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇനിയും വരാമെന്ന പ്രതീക്ഷയോടെ ഇറങ്ങിയപ്പോഴാ ആൻസി നിൽക്കണു ഇവിടെ. നമ്മുടെ ഇവളുടെ അമ്മ, ആൻസിയുടെ അമ്മ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ കാത്ത് മകളുടെ മകളും നിൽക്കുകയാണ് ഇവിടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ?